ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് ചൈനയുടേത്. ഇന്ന് സാമ്പത്തിക ശക്തി, സാങ്കേതിക മുന്നേറ്റം, സൈനിക ശക്തി എന്നിവ കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുന്ന രാജ്യമെന്ന നിലയിൽ ചൈന അറിയപ്പെടുന്നു. പക്ഷേ ഈ ശക്തിയുടെ പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീളുന്ന ഒരു ചരിത്രമുണ്ട്. ചൈനയുടെ കഥ ഒരു രാജ്യത്തിൻ്റെ ചരിത്രമല്ല, അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ കഥയാണ്. ആദ്യകാല ചൈനീസ് സംസ്കാരം യെല്ലോ റിവർ എന്ന നദിക്കരയിലാണ് ആരംഭിച്ചത്. കൃഷി, എഴുത്ത്, ഭരണ സംവിധാനം എന്നിവ ഇവിടെ രൂപപ്പെട്ടു. ഷാങ് ഡൈനാസ്റ്റി കാലത്ത് ബ്രോൺസ് സാങ്കേതികവിദ്യയും പ്രാരംഭ എഴുത്തുപ്രകാരവും വികസിച്ചു. തുടർന്ന് സുവോ ഡൈനാസ്റ്റി ഭരണകാലത്ത് ചൈനീസ് തത്വചിന്തകൾ രൂപപ്പെട്ടു. കോൺഫ്യൂഷ്യസ് എന്ന ചിന്തകൻ സമൂഹക്രമം, നന്മ, ഭരണനിധി എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചു. ഇന്നും ചൈനീസ് സമൂഹത്തിൻ്റെ അടിത്തറയായി അവ നിലനിൽക്കുന്നു. 221 ക്യുൻ ഷി ഹുവാങ് എന്ന ഭരണാധികാരി ചൈനയെ ആദ്യമായി ഏകീകരിച്ചു. അദ്ദേഹമാണ് ചൈന എന്ന ഏക രാജ്യമെന്ന ആശയം സൃഷ്ടിച്ചത്. ഗ്രേറ്റ് വാൾ നിർമ്മാണം ഈ കാലത്ത് ആരംഭിച്ചു. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഹാൻ ഡൈനാസ്റ്റി കാലത്ത് ചൈന വലിയ വ്യാപാര ശക്തിയായി വളർന്നു. സിൽക്ക് റോഡ് വഴി ചൈനയും യൂറോപ്പും തമ്മിൽ വ്യാപാരം നടന്നു. പട്ട്, ചൈന മൺ പാത്രങ്ങൾ, സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അടുത്ത നൂറ്റാണ്ടിൽ താങ് സോങ് ഡൈനാസ്റ്റിസ് കാലം ചൈനയുടെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നു. കവിത, ശാസ്ത്രം, കല, നഗര വികസനം എന്നിവ വലിയ രീതിയിൽ പുരോഗമിച്ചു. പേപ്പർ, ഗൺ പൗഡർ, പ്രിൻറ്റിംഗ് ലോകത്തെ മാറ്റിയ കണ്ടെത്തലുകളിൽ ഒന്ന് ചൈനയിൽ നിന്നാണ്. പിന്നീട് മോൺഗോൾ ഭരണാധികാരി കൽബ്ലൈ ഖാൻ ചൈന പിടിച്ചടക്കി. യുവാൻ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. മാർക്കോ പോളോ പോലുള്ള യാത്രികൻ ചൈനയുടെ സമ്പത്ത് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി. മിങ് ഡൈനാസ്റ്റി കാലത്ത് ചൈന ശക്തമായി സാമ്രാജ്യമായി മാറി. ഫോർബിഡൻ സിറ്റി നിർമ്മിക്കപ്പെട്ടു. അഡ്മിറൽ സെങ് ഹി നയിച്ച സമുദ്ര യാത്രകൾ ചൈനയുടെ ശക്തി ലോകത്തെ കാണിച്ചു. എന്നാൽ പിന്നീട് ക്വിങ് ഡൈനാസ്റ്റി അവസാന കാലത്ത് ചൈന ഒറ്റപ്പെട്ട നയത്തിലേക്ക് നീങ്ങി. ഇതോടെ യൂറോപ്യൻ ശക്തികൾ വ്യാപാരത്തിലൂടെ ചൈനയിൽ സ്വാധീനം നേടാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടിൽ ഒപ്പിയംസ് വാർ ചൈനയുടെ ചരിത്രം മാറ്റി. ബ്രിട്ടൻ ചൈനയെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഹോങ്കോങ് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. ഇത് സെഞ്ച്വറി ഓഫ് ഹ്യൂമിലൈസേഷൻ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടു. വിദേശ ശക്തികളുടെ സമ്മർദ്ദവും ആഭ്യന്തര കലാപങ്ങളും കാരണം ക്വിങ് സാമ്രാജ്യം ദുർബലമായി. 1911 രാജതന്ത്രം അവസാനിച്ചു. റിപ്പബ്ലിക് ഓഫ് ചൈന രൂപപ്പെട്ടു. എന്നാൽ രാജ്യത്ത് സ്ഥിരത ഉണ്ടായില്ല. യുദ്ധപ്രഭുക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളും രാഷ്ട്രീയ കലാപങ്ങളും തുടർന്നു. ഈ സമയത്ത് രണ്ട് ശക്തികൾ ഉയർന്നു: നാഷണലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ചൈനയെ ആക്രമിച്ചു. ചൈനീസ് ജനത വലിയ നഷ്ടങ്ങൾ നേരിട്ടു. യുദ്ധത്തിന് ശേഷം ആഭ്യന്തര യുദ്ധം വീണ്ടും തുടങ്ങി. 1940 മാവോ സിഡോങ് നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു. മാവോ കാലത്ത് വലിയ സാമൂഹിക മാറ്റങ്ങൾ നടന്നു. കൃഷി കൂട്ടായ്മകൾ, വ്യവസായവൽക്കരണം, സാമൂഹിക സമത്വ ശ്രമങ്ങൾ തുടങ്ങിയവ ആരംഭിച്ചു. പക്ഷേ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പോലുള്ള പദ്ധതികൾ സാമ്പത്തിക പ്രതിസന്ധിയെ സൃഷ്ടിച്ചു. കൾച്ചറൽ റവല്യൂഷൻ കാലത്ത് വിദ്യാഭ്യാസവും സംസ്കാരവും വലിയ മാറ്റങ്ങൾ നേരിട്ടു. രാജ്യം രാഷ്ട്രീയവുമായി അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ തുടരുകയായിരുന്നു. 1977 മാവോ മരിച്ചതിന് ശേഷം ചൈനയുടെ ദിശ മാറി. ഡെങ് സിയോപിങ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണരീതിയോടൊപ്പം വിപണി സാമ്പത്തിക സംവിധാനം കൊണ്ടുവന്നു. വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇതായിരുന്നു ചൈനയുടെ അതിവേഗ വളർച്ചയുടെ തുടക്കം. ഫാക്ടറി ഓഫ് ദ വേൾഡ് എന്ന പേരിൽ ചൈന അറിയപ്പെട്ടു. ലോകത്തിലെ വലിയ ഉൽപ്പാദന കേന്ദ്രമായി ഇപ്പോൾ ചൈന മാറി. നഗരങ്ങൾ അതിവേഗം വളർന്നു. ബില്യൺ കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു. 21-ാം നൂറ്റാണ്ടിൽ ചൈന സാങ്കേതിക രംഗത്ത് മുന്നേറി. ഹൈ സ്പീഡ് ട്രെയിൻസ്, AI ടെക്നോളജി, സ്പേസ് മിഷൻ, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്നിവ ലോകശ്രദ്ധ പിടിച്ചു. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ചൈന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആരംഭിച്ചു. ഇത് സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇന്ന് ചൈന അമേരിക്കയ്ക്ക് സമാനമായ ആഗോള ശക്തിയായി കണക്കാക്കപ്പെടുന്നു. വ്യാപാരം, സാങ്കേതികവിദ്യ, സൈനിക ശക്തി എന്നിവയിൽ മത്സരം തുടരുന്നു. സൗത്ത് ചൈന സീ, തായ്വാൻ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ പ്രധാന വിഷയങ്ങളായി മാറി. ചൈനയുടെ ചരിത്രം ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ടതാണ്.
സാമ്രാജ്യങ്ങളിൽ ഇന്ന് വിപ്ലവത്തിലേക്ക് ഒറ്റപ്പെടുന്നതിൽ നിന്ന് ആഗോള ശക്തിയിലേക്ക് അതിവിശാലമായ മാറ്റമാണ് നടന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സംസ്കാരം ഇന്നും ആധുനിക ലോകത്തെ സ്വാധീനിക്കുന്നു. ഇന്ന് ലോകം നോക്കുന്നത് ചൈനയുടെ ഭാവിയിലേക്കാണ്. സാമ്പത്തിക ശക്തി, സാങ്കേതിക മത്സരം, ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം ചൈനയെ ചുറ്റിപ്പറ്റിയാണ് മാറുന്നത്. ഒരു പുരാതന സംസ്കാരം ആധുനിക സൂപ്പർ പവറായി മാറിയ കഥയാണ് ചൈന. ഈ ചരിത്രം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചൈന വെറും ഒരു രാജ്യമല്ല, അതൊരു ചരിത്ര സംഭവം തന്നെയാണ്.